ആനിമ റെക്കമെൻഡേഷൻസ് പാർട്ട് 2. സോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2023 പുറത്തിറങ്ങിയ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഹെൽസ് പാരഡൈസ് എന്ന ജാപ്പനീസ് ആനിമ സീരീസിനെ കുറിച്ചാണ്. ആദ്യം തന്നെ സ്റ്റോറിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നായകൻ അല്ലെങ്കിൽ പ്രൊട്ടോഗോണിസ്റ്റിന്റെ പേരെന്ന് പറയുന്നത് ഗബിമാറു എന്നാണ്. ജപ്പാനിലെ വളരെയധികം പവർഫുളും അതേ സമയത്ത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഗബിമാറുവിനെ എക്സിക്യൂഷനായിട്ട് വിധിക്കുകയാണ്. പക്ഷേ ഈ ഒരു എക്സിക്യൂഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഗബിമാറുവിനും അവന്റെ കൂടെയുള്ള കുറെ കുറ്റവാളികൾക്കുമായിട്ട് അവിടുത്തെ റൂളർ ഒരു മിഷൻ കൊടുക്കുകയാണ്. ഈ പറയുന്ന മിഷൻ എന്ന് പറയുന്നത് ഒരു എലിക്സർ ഓഫ് ഇമ്മോർട്ടാലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ആനിമ നടക്കുന്ന വേൾഡിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിൽ ദ എലിക്സർ ഓഫ് ഇമ്മോർട്ടാലിറ്റി ഉണ്ട്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ മിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു എലിക്സർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗബിമാറും പിന്നെ വേറൊരു പറ്റം ആൾക്കാരും ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഐലൻഡിലേക്ക് പോകുന്നതും പിന്നീട് നടക്കുന്ന പല സംഭവങ്ങളാണ് ഈ ഒരു ആനിമയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ മാപ്പയാണ് ഈ ഒരു ആനിമ ആനിമേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആനിമേഷൻ ഒക്കെ പൊളിയാണ്. ഹെൽസ് പാരഡൈസിന്റെ സീസൺ 2 ഈ വരുന്ന ജനുവരി 11 സ്റ്റാർട്ട് ചെയ്യുക. സോ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ബിഞ്ച് വാച്ച് ചെയ്ത് കാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റും. വെറും 13 എപ്പിസോഡ് മാത്രമാണ് സീസൺ 1 സോ ഈ ആനിമ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല ഇങ്ങനത്തെ കുറെ ആനിമ റിലേറ്റഡ് വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.